നമസ്കാരം സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 3/2026 ആണ്. നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഏത് ചോദ്യമേഖലയിൽ നിന്നും PSC എടുത്തു, ആ ചോദ്യമേഖലയിൽ നിന്നും വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പഠിച്ചു പോകാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് അംഗമാവുക. നോക്കാം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതില് ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അതെങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഇതിലേക്ക് ആൻസറിലേക്ക് എത്തണം? ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആർട്ടിക്കിൾ 21A ശരിയായ പ്രസ്താവനയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 21A എന്താക്കി മാറ്റി? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാക്കിയിട്ട് മാറ്റി. പഠിക്കണേ, ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൽ എന്താണ് ആർട്ടിക്കിൾ, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്, ഏതാണ് ഭേദഗതി, ഇത് എന്നിട്ട് പിന്നീട് എന്ത് നിയമമാക്കി മാറ്റി, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വരുമ്പോൾ അന്ന് നമ്മൾ പഠിച്ചത് ഇന്നതെല്ലാമാണ് എന്ന് ബ്രെയിനിൽ പെട്ടെന്ന് ഓർമ്മ വരാൻ കഴിയണം. ഓക്കെ ആണോ? അപ്പോ ആർട്ടിക്കിൾ 21A എന്താക്കി മാറ്റി? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാക്കിയിട്ട് മാറ്റി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ ആണോ? ഇനി എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പൊ ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാക്കി മാറ്റി. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ളവർക്ക്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശം എന്ന് കിടക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലെ മൗലിക അവകാശത്തിലാണ് ഈ വകുപ്പ് ഉള്ളത് കേട്ടോ. ഇത് 21A എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് 2002 86-ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. കേൾക്കുന്നുണ്ടോ? 2002 86-ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21A ഭരണഘടനയുടെ 3-ാം ഭാഗത്തില് മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിയത്. എന്നിട്ട് ഈ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിൽ, ആർട്ടിക്കിൾ 21A അടിസ്ഥാനത്തിൽ പാർലമെന്റ് 2009 എന്ത് ചെയ്തു? ഒരു RTE ആക്ട് നടപ്പിലാക്കി. RTE ആക്ട് എന്ന് പറഞ്ഞാൽ, RTE ആക്ട് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കി. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കി. എന്നിട്ട് 2010 ഏപ്രിൽ മാസം 1-ാം തീയതി ഇത് നിലവിൽ വരികയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? ആർട്ടിക്കിൾ 21A കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? അതായത് സാധാരണ മൗലിക അവകാശങ്ങളില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലെ മൗലിക അവകാശത്തില് 12 മുതൽ 35 വരെ ആർട്ടിക്കിളുകളാണ് പറയുന്നത്. അതിൽ 12, 13, 14 അങ്ങനെ പോകുന്നുണ്ട്. 20, 21, 22 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ അതിൽ എന്ത് ചെയ്തു? ആ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ജീവിക്കുന്നതിനും, ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്.
അപ്പോഴാണ് പറയുന്നത് 21 കൂടെ എന്ത് ചേർക്കുക? ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 2002 ഒരു 86ാമത്തെ ഭേദഗതി കൊണ്ടുവരികയും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊണ്ടുവരികയും 2002 കഴിഞ്ഞ് 2009 ഒരു RTE ആക്ട്, വിദ്യാഭ്യാസ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കുകയും അല്ലെ, എന്താണ്, വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുകയും 2010 ഏപ്രിൽ മാസം, ഡേറ്റ് നന്നായി നോക്കണം, ഏപ്രിൽ 1 അത് നിലവിൽ വരികയും ചെയ്തു. അപ്പൊ നോക്ക്, ആർട്ടിക്കിൾ 21A ചേർത്തു, ശരിയാണ്. പിന്നെ ഏതാണ് പറയുന്നത്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. മനസ്സിലായോ? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ ആണോ? അതേപോലെ തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി. ഈ 45 ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കൊടുക്കുന്നത്. അവിടെ പറയുന്നുണ്ട് അല്ലെ, അതായത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായിണ്ടോ? അപ്പൊ അത് എടുത്തിട്ട് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് ഇത് കൊണ്ടുവരുന്നത്, ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി. അപ്പോ 3, 1, 2, 3 എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ? ആൻസർ വരിക ഏതാണ്? 1ഉം 3ഉമാണ്. A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കയറ്, കശുവണ്ടി, കൈത്തറി അല്ലേ? അപ്പൊ നമ്മളൊരു പരമ്പരാഗത വ്യവസായം പറയുമ്പോൾ എന്താണ്? നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ, അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിൽ മേഖലകളിലൊക്കെ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഏത്? പരമ്പരാഗത വ്യവസായം എന്ന് പറയുന്നത് അല്ലേ? ആ പരമ്പരാഗത വ്യവസായത്തിൽ നമുക്കറിയാം ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയറ് കേട്ടോ. ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയറ്. ഓക്കെ ആണോ? അതായത് ഒരുപാട് ലക്ഷക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകൾക്ക് ഇത് ഈ കയർ വ്യവസായത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിൽ നൽകുന്നുണ്ട്. അതായത് ഇവരുടെ ഡ്യൂട്ടി എന്താ ചോദിച്ചാൽ, ഈ ചകിരി ഉണ്ടല്ലോ, ചകിരി, ആ ചകിരി നാരിൽ നിന്ന് കയറ്, അതുപോലെ തന്നെ നമ്മുടെ മാറ്റൊക്കെ ഇല്ലേ, നിലത്ത് വിരിക്കുന്ന മാറ്റ്, അതുപോലെ തന്നെ മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? ഈ കയറ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ വരുന്നതാണ് കശുവണ്ടി വ്യവസായം. ഏതാണ്? കശുവണ്ടി വ്യവസായം. കശുവണ്ടി വ്യവസായത്തെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? കശുവണ്ടി വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കശുവണ്ടി വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കശുവണ്ടി വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം കൊല്ലം ജില്ലയിലാണ്. എന്താ ഇവിടെ ചെയ്യുക? ഈ കശുവണ്ടി തോട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, ആ തോട്ടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? കശുവണ്ടി ഇറക്കുമതി ചെയ്യും. എന്നിട്ട് അതിന് സംസ്കരിച്ചിട്ട് നമ്മുടെ ആഭ്യന്തര ഭാഗത്ത്, ആഭ്യന്തരം പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെയും അതുപോലെ തന്നെ വിദേശ വിപണികളിലൊക്കെ എന്ത് ചെയ്യും? ഇത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കശുവണ്ടി വ്യവസായത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറാണ്. ഇനി കൈത്തറി വ്യവസായം എന്താ നമുക്ക് നോക്കാനുള്ളത്? കൈത്തറി, ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഒരു പറയുന്ന പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ്? തനിമ, കൃതിക എന്ന് പറയുന്നത്. ഏതാണ്? തനിമ, കൃതിക. എന്താണ്? എന്തിന് ഉദാഹരണമാണ്? കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ് തനിമ, കൃതിക എന്ന് പറയുന്നത് കേട്ടോ. എവിടെയൊക്കെയാണ് ഈ കൈത്തറി സ്ഥലങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ളത്? കൈത്തറി വ്യവസായങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബാലരാമപുരം അല്ലേ? ബാലരാമപുരം പ്രീവിയസ് ചോദ്യമാണ്. കൈത്തറി വ്യവസായങ്ങൾക്ക് പേര് കേട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ബാലരാമപുരം, അതുപോലെ തന്നെ ചേന്നമംഗലം. ബാലരാമപുരം പ്രീവിയസ് ചോദ്യമാണ്. ചേന്നമംഗലം, കുത്താമ്പുള്ളിയിലെ, തിരുവിലാമല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ലയിലെ എന്താണ് തിരുവിലാമല ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുത്താമ്പുള്ളി. ഓക്കെ, ബാലരാമപുരം, ചേന്നമംഗലം, കുത്താമ്പുള്ളി ഒക്കെ എന്താണ്? കൈത്തറിക്ക് പേര് കേട്ടതാണ് അല്ലെ? എന്തായിരിക്കും അവിടെ പ്രത്യേകത? കൈത്തറി കൈകൊണ്ട് നെയ്തിട്ടുള്ള മുണ്ടുകള്, സാരികളൊക്കെ കാണാൻ കഴിയില്ലേ? പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ഈ ഖാദി ഗ്രാമ വ്യവസായം അല്ലെ? ഖാദി ഗ്രാമ വ്യവസായം, ഗ്രാമീണ മേഖലയിൽ ചെറുകിട ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യവസായമാണ് ഏത്? ഖാദി ഗ്രാമ വ്യവസായം. ഇതൊക്കെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഖാദി ഗ്രാമ വ്യവസായം. ഓക്കെ, എന്തായിരിക്കും ഇവിടെ ചെയ്യുക? ഈ ഖാദി ഗ്രാമ വ്യവസായത്തിൽ എന്തൊക്കെ ചെയ്യും? ഖാദി കേന്ദ്രങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ സോപ്പ്, അതുപോലെ തന്നെ തേനൊക്കെ ഇല്ലേ, തേന്, പിന്നെ മൺപാത്രങ്ങള്,
ഇതൊക്കെ എന്ത് ചെയ്യും? ഖാദി വസ്ത്രങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. ഖാദി ഗ്രാമ വ്യവസായത്തിന് കീഴിലാണ് സോപ്പ് നിർമ്മാണം, തേന്, മൺപാത്രങ്ങൾ, ഖാദി വസ്ത്ര നിർമ്മാണം ഒക്കെ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നതാണ് കരകൗശല വ്യവസായങ്ങൾ. കരകൗശല വ്യവസായം. ഈ കരകൗശല വ്യവസായത്തിൽ എന്തൊക്കെ വരും? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി അല്ലേ? അതിൽ എന്തൊക്കെ വരും? ഈ എന്താണ് പറയുക, മുള, പനയോല, ചിരട്ട കൊണ്ടൊക്കെ തടി, അതുപോലെ കളിമണ്ണ്, വെങ്കലം ഇതൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ട് ഓരോരോ നിർമ്മാണങ്ങൾ നടത്തും. അതുപോലെ തന്നെ അതിൽ ഈ കരകൗശല വ്യവസായത്തിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഏത്? ആറന്മുള കണ്ണാടി നിർമ്മാണവും ഇല്ലേ? ആറന്മുള കണ്ണാടി. അതുപോലെ തന്നെ ഈ നെറ്റിപ്പട്ടം നിർമ്മിച്ചിട്ടൊക്കെ സ്ത്രീകൾ കൊടുക്കാറില്ലേ? ആനയുടെ നെറ്റിപ്പട്ടമൊക്കെ നിർമ്മിച്ചിട്ട്, ഇതൊക്കെ എന്താണ്? കരകൗശല വ്യവസായമാണ്. ആറന്മുള കണ്ണാടിയും നെറ്റിപ്പട്ടമൊക്കെ എന്താണ്? കരകൗശല വ്യവസായത്തിന് ലോക പ്രശസ്തി നേടിയതാണ് കേട്ടോ. ലോക പ്രശസ്തി നേടിയതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും വലിയ വ്യവസായം, പ്രീവിയസ് ചോദ്യമാണ്, കയറാണ്. അപ്പോ പിന്നെ കശുവണ്ടി ഇല്ലേ? കശുവണ്ടി നമ്മൾ പഠിച്ചു. കശുവണ്ടി വ്യവസായത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. പിന്നെ കൈത്തറി വ്യവസായത്തിന് പേരുകേട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബാലരാമപുരം, ചേന്നമംഗലം, കുത്താമ്പുള്ളി ഒക്കെയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് തനിമ കൃതിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത പരമ്പരാഗത തൊഴിൽ വ്യവസായമാണ് ഖാദി ഗ്രാമ വ്യവസായം. അതിൽ നിന്നാണ് ഈ സോപ്പ്, തേന്, മൺപാത്ര നിർമ്മാണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തൊരു പരമ്പരാഗത വ്യവസായമാണ് ഇത്? കരകൗശല വ്യവസായം. കരകൗശല വ്യവസായത്തിൽ വരുന്നതാണ് ഇത്? ആറന്മുള കണ്ണാടി നിർമ്മാണം, നെറ്റിപ്പട്ടം. ഇതൊക്കെ എന്താണ്? നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലോക പ്രശസ്തി ആർജിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് കയർ വ്യവസായം വന്നു, കശുവണ്ടി വ്യവസായം വന്നു, കൈത്തറി വ്യവസായം വന്നു, ഖാദി ഗ്രാമ വ്യവസായം വന്നു, കരകൗശല വ്യവസായം. ഇത്രയും കാര്യങ്ങൾ ഏതിൽ വരുന്നതാണ്? പരമ്പരാഗത വ്യവസായങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും? ഇവിടെ ആൻസർ വരുന്നത് ബി മാത്രമാണ്. 2 മാത്രമാണ് പഴയ മോഡലിൽ നിന്ന് കേരള മോഡലിനെ വ്യത്യാസമാക്കുന്നത്. എങ്ങനെയാണ്? ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ. എന്താണ്? ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കേരള മോഡൽ വികസന പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എപ്പോഴും ഓരോ സർക്കാരും വരുമ്പോഴും ഓരോരോ എന്തു പറയാറുണ്ട്? വികസന മാതൃക കൊണ്ടുവന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് കേരള മോഡൽ വികസന പദ്ധതി, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ്? അതായത് ഇപ്പൊ ഒരു സാമ്പത്തിക വരുമാനം ഉണ്ടാവും അല്ലെ? പിന്നെ വ്യാവസായിക വളർച്ചകളൊക്കെ ഉണ്ടാകും. എന്നാലും എന്താണ്? ഈ ഉയർന്ന ജീവിത നിലവാരം അല്ലെ? അതുപോലെ സാക്ഷരതയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റേ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ എന്നിവയൊക്കെ കൈവരിച്ച സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വികസന നയങ്ങളെയാണ് എന്തു പറയുക? കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുക. അപ്പൊ കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിലും ഏതൊക്കെ മേഖലകളിൽ വരണം? ആരോഗ്യ മേഖല അല്ലെ? കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ വരണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വരണം, പിന്നെ ഏത് വരണം? സാക്ഷരതയുടെ കാര്യത്തിൽ വരണം അല്ലെ? ഇതിലൊക്കെ എന്ത് ചെയ്യണം? പിന്നെ ഉയർന്ന ജീവിത നിലവാരം ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? വളർച്ച വേണം അല്ലെ? അങ്ങനെ ഇതിലൊക്കെ എന്ത് ചെയ്യണം? സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും കൈവരിച്ച നേട്ടങ്ങളെയാണ് എന്ത് പറയുക? കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ഈ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈ കേരള മോഡൽ വികസന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാർവത്രിക വിദ്യാഭ്യാസം. എന്താണ്? കേരള മോഡൽ വികസന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാർവത്രിക വിദ്യാഭ്യാസം. എന്താണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഉയർന്ന സാക്ഷരതാ നിരക്ക്, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കൽ അല്ലെ? എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക, നല്ല രീതിയിൽ സാക്ഷരത കൊണ്ടുവരിക അല്ലെ? ഉയർന്ന സാക്ഷരതാ നിരക്ക്, ആർക്കും എഴുത്തും വായനയും അറിയാതിരിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് എന്താ വരുന്നത്? ആരോഗ്യ സംരക്ഷണം അല്ലെ? രണ്ടാമത്തെ എന്താണ്? ആരോഗ്യ സംരക്ഷണം. അത് നമുക്കറിയാം അല്ലെ? എന്തായിരിക്കണം? കുറഞ്ഞ ആരോഗ്യ സംരക്ഷണത്തിൽ എന്തൊക്കെ വരും? കുറഞ്ഞ ശിശുമരണ നിരക്ക് അല്ലെ? കുറഞ്ഞ
കുട്ടികൾ മരിക്കാൻ പാടില്ല. കുറഞ്ഞ ശിശുമരണ നിരക്ക്. പിന്നെ എന്ത് വരും? ഉയർന്ന ആയുർദൈർഘ്യം അല്ലേ, ഏറ്റവും കൂടുതൽ കാലം ഇരിക്കണം അല്ലേ, ഉയർന്ന ആയുർദൈർഘ്യം ഓക്കെ, എന്നിവ കൈവരിക്കാൻ എന്ത് ചെയ്യണം? നല്ല മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ കൊണ്ടുവരണം അല്ലേ. പിന്നെ അടുത്തത് ഏതാണ് വരുന്നത്? ഭൂപരിഷ്കരണം. ഇതൊക്കെ കേരള മോഡൽ വികസന പദ്ധതിയിൽ വരുന്ന ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം എന്താണ്? കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള സമഗ്രമായ ഭൂപരിഷ്കരണം അല്ലെ, കാർഷിക മേഖലയിലാണ്. ഏത് മേഖലയിലാണ്? കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളാണ്. പിന്നെ അടുത്തത് ഏതാണ് വരിക? പൊതുവിതരണ സമ്പ്രദായം. നാലാമത്തെ ഏതാണ് വരിക കേരള മോഡൽ വികസന പദ്ധതിയിൽ? പൊതുവിതരണ സമ്പ്രദായം. എന്താണ്? പൊതുവിതരണ സമ്പ്രദായം. എന്താ പൊതുവിതരണ സമ്പ്രദായം? PDS, നമ്മുടെ റേഷൻ കടകൾ പോലില്ലേ, റേഷൻ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യണം? പൊതുവിതരണ സമ്പ്രദായം PDS എന്താണ്? റേഷൻ സംവിധാനത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. റേഷൻ സംവിധാനം ട്ടോ, റേഷൻ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യണം? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം. പിന്നെ അടുത്തത് ഏതാണ് വരുന്നത്? അഞ്ചാമത്തേത് സാമൂഹിക ക്ഷേമമാണ്. എന്തൊക്കെയാണ്? സാമൂഹിക ക്ഷേമം. സാമൂഹിക ക്ഷേമം പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? സ്ത്രീ ശാക്തീകരണം. മൊത്തമായിട്ടാണ് അല്ലെ, മൊത്തമാണ്. സ്ത്രീ ശാക്തീകരണം വരും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഏതൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പിന്നെ എന്ത് വരും? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പിന്നെ എന്താ വരിക? ഉയർന്ന രാഷ്ട്രീയ അവബോധം അല്ലെ, എല്ലാവർക്കും എന്ത് ചെയ്യണം? രാഷ്ട്രീയ അവബോധം ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ അവബോധം. 5 കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് ഏത്? ആറാമത്തെയാണ് ഏത് വരുന്നത്? വികേന്ദ്രീകരണം. എന്താണ്? വികേന്ദ്രീകരണം. എന്താണ് വികേന്ദ്രീകരണത്തിൽ വരിക? അധികാര വികേന്ദ്രീകരണത്തിലൂടെ അധികാരം എന്ത് ചെയ്യുക? പങ്കിട്ട് കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രാധാന്യം നൽകണം. അധികാര വികേന്ദ്രീകരണം അല്ലെ, അധികാരങ്ങൾ പങ്കിട്ട് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ആർക്കായിരിക്കണം പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്? ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് താഴെത്തട്ടിൽ വികസനം നടക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പോ എത്ര താഴെ 5 കാര്യങ്ങൾ പറയാം. 5 കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണം അല്ലേ. അധികാര വികേന്ദ്രീകരണം. അപ്പൊ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? പഞ്ചായത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള മോഡൽ വികസന പദ്ധതിയിൽ വരുന്ന ലക്ഷ്യമിടുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഓരോ ഗവൺമെന്റ് വരുമ്പോഴും കേരള മോഡൽ നമ്മൾ പറയാറുണ്ട്. മറ്റു രാജ്യങ്ങൾ പോലും കേരള മോഡൽ വികസന പദ്ധതിയെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നത് പല വാർത്തകളിലും പല രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇതിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഒന്ന് സാർവത്രിക വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം, ഭൂപരിഷ്കരണം, പൊതുവിതരണ സമ്പ്രദായം, സാമൂഹിക ക്ഷേമം, വികേന്ദ്രീകരണം. ഏതാണ്? വികേന്ദ്രീകരണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കേരള മോഡൽ, പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ, ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്ക് ശ്രദ്ധ മാറ്റൽ. കണ്ടോ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ വാക്കിലെടുത്തില്ലേ? ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും. പങ്കാളിത്ത വളർച്ച പറയുമ്പോൾ എന്താണ്? എല്ലാവരുടെയും വളർച്ച അല്ലെ. അപ്പൊ സാർവത്രിക വിദ്യാഭ്യാസം പറയുമ്പോൾ എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തി. ആരോഗ്യ സംരക്ഷണത്തിലും നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരെയും ഉൾപ്പെടുത്തി. ഭൂപരിഷ്കരണത്തിലും ഉൾപ്പെടുത്തി. പൊതുവിതരണ സമ്പ്രദായം, അതും ആൾക്കാരെ തിരിച്ച് ആർക്കാണ് വേണ്ടത് എന്ന് അതും സെലക്ട് ചെയ്യാൻ പറ്റി. സാമൂഹിക ക്ഷേമം, സ്ത്രീകളെ പ്രധാനപ്പെട്ടു. അവർക്ക് പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെ എന്താണ്? മൊത്തം എല്ലാവരെയും പങ്കാളിത്തം വെച്ചുകൊണ്ടാണ്. ഇനി നോക്ക്, മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്ക് ശ്രദ്ധ മാറ്റി. മുകളിൽ നിന്ന് താഴേക്ക് നമുക്കറിയാം, ഏറ്റവും താഴെ കിടക്കുന്നതാണ് ഏത്? ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മുകളിൽ നിന്ന് പദ്ധതികൾ എവിടേക്ക് മാറ്റി? താഴേക്ക് മാറ്റി. അപ്പൊ പ്രാധാന്യം വികേന്ദ്രീകരണം ആർക്ക് കൊടുത്തു? ഗ്രാമപഞ്ചായത്തിന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ആൻസറിന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. ഓക്കെ, നോക്ക്. MGNREGA പാസാക്കുകയും, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണ് 2005 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് പാസാക്കിയത്. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ അല്ലെ, ആ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത്. 2005 ഓഗസ്റ്റ് മാസം 23. ഈ 3-ഉം 2-ഉം കൂടി 5 കൂട്ട്. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏതാണ്? സെപ്റ്റംബർ മാസമാണ്. ഈ 3-ഉം 2-ഉം കൂടി കൂട്ടി 5. സെപ്റ്റംബർ 5-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തു.
മനസ്സിലായല്ലോ. 2005 ഓഗസ്റ്റ് മാസം 23 പാസ്സാക്കുകയും 2005 തന്നെ, അടുത്ത വർഷമല്ല, 2005 തന്നെ സെപ്റ്റംബർ മാസം 5 രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തു. ഓക്കെ ആണോ? ഇനി കറന്റ് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? റദ്ദാക്കി. മനസ്സിലായോ? ഇനി അതിന് പകരമായിട്ട് പുതിയതായി കൊണ്ടുവന്ന പദ്ധതിയാണ് VBG റാം. പഠിച്ചു വെക്കണേ, എക്സാമിൽ എന്തായാലും വരും VBG റാം. എന്താണ് VBG റാംജി? VBG റാംജി പദ്ധതി അല്ലേ? അതായത് ഇത് പ്രകാരം എന്താ ഇതിന്റെ ഫുൾ ഫോം എന്താണ്? VBG റാംജിന്റെ ഫുൾ ഫോം ഇവിടെ ശ്രദ്ധിക്കണേ. വീക്ഷിത് എന്താണ്? വീക്ഷിത് ഭാരത്, വീക്ഷിത് ഭാരത് ഗ്യാരണ്ടി ഫോർ, വീക്ഷിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ഇടയിലൊക്കെ അവരെന്ത് ചെയ്യും? മാറ്റിത്തരും. അപ്പൊ അവിടെ ഇതാണോ എന്ന് തെറ്റാൻ പാടില്ല. റോസ്ഗാർ അജീവിക മിഷൻ, അജീവിക മിഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഗ്രാമീൺ. ഓക്കെ, ഗ്രാമീൺ ആക്ട്. ഓക്കെ ആണോ? VBG റാംജി, വീക്ഷിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവ മിഷൻ ആക്ട് പ്രകാരമാണ്. ഇത് പ്രകാരം ആദ്യം നമുക്ക് എത്ര ദിവസമായിരുന്നു? 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ആ 100 പോയിട്ട് ഇപ്പൊ എത്രയായി മാറിയിട്ടുണ്ട്? 125 ദിവസമായിട്ട് മാറി. ഓക്കെ, 100 ദിവസമല്ല തൊഴിൽ ദിനം, 125 ദിവസമാണ്. ഇനി പ്രതിദിന വേതനം എത്രയാണ്? പ്രതിദിന വേതനം ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് 401 രൂപയാണ്. എത്രയാണ്? 401 രൂപയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇതിൽ പുതിയ കാര്യങ്ങളാണ്, ഇതൊക്കെ കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഇപ്പൊ നമ്മൾ സാധാരണ ഈ തൊഴിലുറപ്പ് പദ്ധതികൾ എടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. ഓരോരോ വീടുകളിൽ പോയി ചെയ്യും, ഓരോരുത്തരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യും, ഓരോരുത്തരുടെ എന്താ പറയാ അവനവന്റെ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യും? ഈ തൊഴിലുറപ്പുകാരെ വെച്ചിട്ട് ചെയ്യും. ഇനി അതില്ല. ഇനി എന്താണ്? സ്വകാര്യ ഭൂമിയിലെ ജോലികളെ എന്ത് ചെയ്തു? ഒഴിവാക്കി. പൊതു ആസ്തികൾ നിർമ്മിക്കുന്നതിനാണ് പുതിയ പദ്ധതിയിൽ ലക്ഷ്യം. പൊതു ആസ്തി എന്താണ്? പൊതു ആസ്തി അതായത് പുറത്ത് നമ്മൾ റോഡ്, അത് ആരുടെ അല്ല അല്ലെ? അതുപോലെ എന്താണ്? തോടുകള്, കുളങ്ങൾ, ഇതൊക്കെ എന്താണ്? പൊതു ആസ്തിയാണ് അല്ലെ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇനി തൊഴിലുറപ്പ് പണി നടക്കുക. സ്വകാര്യ ഭൂമിയിലെ ജോലികൾ ഒഴിവാക്കി പൊതു ആസ്തികൾ നിർമ്മിക്കുന്നതിനാണ് ഇനി പുതിയ പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, പഠിച്ചല്ലോ. VBG റാംജി പദ്ധതി. ഇനി 125 തൊഴിൽ ദിനങ്ങള്, 401 രൂപയാണ് പ്രതിദിന വേതനം. പൊതു ആസ്തിയാണ് ഇനി എന്ത് ചെയ്യുക? നിർമ്മിക്കുക. പൊതു ആസ്തികളായിരിക്കും നിർമ്മിക്കുക. ഓക്കെ ആണോ? ഇനി സ്വകാര്യ ഭൂമിയിൽ ആരുടെയും തൊഴിൽ വിളിച്ചിട്ട് പൈസ ഒന്നും കൊടുക്കാതെ ഒരു കട്ടൻ ചായയും വെച്ച് കൊടുത്തിട്ട് പണി ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ്. മനസ്സിലായോ? അതിന്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞു തരാം. തൊഴിലുറപ്പ് നിയമം ലോകസഭ പാസാക്കിയ വർഷം പഠിക്കണേ. തൊഴിലുറപ്പ് നിയമം ലോകസഭ പാസാക്കിയ വർഷം 2005 ഓഗസ്റ്റ് മാസം 23 എന്ന് പറഞ്ഞു അല്ലെ? ഇനി അത് പ്രസിഡന്റ് അംഗീകരിച്ചത് എന്നാ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് ചെയ്ത് നോക്കടാ. 2005 സെപ്റ്റംബർ മാസം 3, 2, 5 സെപ്റ്റംബർ മാസം 5 ഏതാണ് പ്രസിഡന്റ്? നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. എങ്കിൽ ഈ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഈ നിയമം നിലവിൽ വന്നത്? 2006 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ഇത് നിലവിൽ വന്നത്. ഓക്കെ ആണോ? 2006 ഫെബ്രുവരി 2-ന്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയാണ്? മൻമോഹൻ സിംഗും
ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമാണ്. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും എവിടെ? ആന്ധ്രാപ്രദേശിലെ, എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിൽ വെച്ചിട്ടാണ്. ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിൽ വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എപ്പോഴാണെടാ? 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ ആണോ? ഇനി എത്ര ജില്ലയിലായിരുന്നു തുടക്കത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്? 200 ജില്ലയിലാണ് ആദ്യം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലായിരുന്നു ആദ്യം നടപ്പിലാക്കിയത്? പ്രീവിയസ് ആണ്. പാലക്കാടും വയനാടും ജില്ലകളിലാണ്. എന്നാല് 2008 ഇന്ത്യയിലെ എല്ലാ ജില്ലയിലേക്കും ഇത് വ്യാപിപ്പിച്ചത്. ഇന്ത്യയിലെ എല്ലാ ജില്ലയിലേക്കും ഇത് വ്യാപിപ്പിച്ചത് 2008 എന്ത് ചെയ്തു? അത് കഴിഞ്ഞു 2009 ആയപ്പോൾ ഇതിന്റെ പേര് വീണ്ടും മാറ്റി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു. മനസ്സിലായോ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം MNREGP എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? ഇതിൽ പഠിച്ചു വെക്കണം. അപ്പൊ കറണ്ട് അഫെയറിൽ എന്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തന്നു. അപ്പൊ ഒരു PSC ഉദ്യോഗാർത്ഥി ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോകസഭ പാസാക്കിയത് 2005 ഓഗസ്റ്റ് മാസം 23 എന്നും അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ മാസം 5 ആണെന്നും നമ്മുടെ APJ അബ്ദുൽ കലാമാണ് അതിൽ ഒപ്പുവെച്ചത് എന്നും 2006 ഫെബ്രുവരി മാസം 2 നിലവിൽ വന്നതെന്നും അത് ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധി ആണെന്നും ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയില് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തുമാണ്. തുടക്കം 200 ജില്ലകളിലാണ് നടപ്പിലാക്കിയത്. ആ 200 ജില്ലയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ 2 ജില്ലകളാണ് പാലക്കാടും വയനാടും. 2008 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിച്ചത്. 2009 ആയപ്പോൾ അതിനെ പുനർനാമകരണം ചെയ്തു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിനെ വീണ്ടും കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ട് ഇപ്പോൾ BB റാംജി എന്ന പേര് പുനർനാമകരണം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കോട്ടയത്തു തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയത്തു തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാരൂപമാണ് അദ്ദേഹത്തിൻ്റെത്? കഥകളിയാണ് അല്ലെ? കഥകളിയാണ് കോട്ടയത്തു തമ്പുരാൻ. ഇദ്ദേഹമാണ് കോട്ടയത്തു തമ്പുരാൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കഥകളിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കഥകളി നോക്കിയാലോ? കഥകളി ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് കഥകളിയെ കുറിച്ചിട്ട് എന്താണ്? നമ്മുടെ കേരളത്തിന്റെ അല്ലെ, നമ്മുടെ കേരളത്തിന്റെ തനത്, ഇതാ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, കേരളത്തിന്റെ തനത് കലാരൂപം ഏതാണ്? കഥകളിയാണ്. കഥകളിയുടെ ആദ്യകാല രൂപം, കഥകളിയുടെ ആദ്യകാല രൂപം ഏതാണ്? രാമനാട്ടമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്നത് മലയാളം ഭാഷയിലാണ്. ഓക്കെ ആണോ? ഇനി കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. ഏതാണ്? ആട്ടക്കഥ. അപ്പൊ കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യകാല രൂപം ഏതെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ്. അത് മലയാളത്തിലാണ് രാമനാട്ടം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ ആണോ? ഇനി കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഏത് എന്ന് പറഞ്ഞു? ആട്ടക്കഥ എന്ന് പറഞ്ഞു അല്ലെ? ഇനി കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഏത്? ആട്ടക്കഥ എന്ന് പറഞ്ഞു. ഇനി കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ്? കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ്? അത് സംസ്കൃതം ഭാഷയിലാണ്. ഏതിലാണ്? സംസ്കൃതം ഭാഷയിലാണ്. ഓക്കെ ആണോ? ഇനി ഈ കഥകളിയെ ടോട്ടൽ തിയേറ്റർ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്?
ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ്. ഓക്കെ ആണോ? ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയിലെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ചെണ്ട. ഏതാണ്? ചെണ്ട. പിന്നെ ഏതാണ്? പ്രീവിയസ് ആണ്, ഞാൻ ഈ പറയുന്ന മുഴുവൻ പ്രീവിയസ് ആണ്. ചെണ്ട വരുന്നുണ്ട്, മദ്ദളം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക വരുന്നുണ്ട്, ഇലത്താളം വരുന്നുണ്ട്, ഇടയ്ക്ക, ഇലത്താളം, അതുപോലെ ചേങ്ങില. ഓക്കെ ആണോ? അപ്പോ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങിലയൊക്കെയാണ് ഉപകരണങ്ങൾ വരുന്നത്. ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാ എന്ന് ചോദിച്ചാൽ, കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? അത് സോപാന സംഗീതമാണ്. ഏതാണ്? സോപാന സംഗീതമാണ്. ഇനി കഥകളിയിലെ ആദ്യ ചടങ്ങ് എന്താണ്? കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ്. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ്. എങ്കിൽ അവസാന ചടങ്ങ് ഏതാണ്? കഥകളിയിലെ അവസാനത്തെ ചടങ്ങ്, കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ്, അത് ധനാശി പാടിക്കൊണ്ടാണ്. എന്താണ്? ധനാശിയാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ടാണ്, അവസാനത്തെ ചടങ്ങ് ഏതാണ്? ധനാശിയാണ്. ഓക്കെ ആണോ? ഇനി കഥകളിയിലെ മുദ്രകൾക്ക്, കഥകളിയിൽ ഇങ്ങനെ നമുക്കറിയില്ല, കഥകളിയൊക്കെ കണ്ടവർക്ക് അറിയാം, ഒരുപാട് മുദ്രകളുണ്ട് അല്ലെ? ആ മുദ്രകൾക്ക് ആധാരമായിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? കഥകളി മുദ്രകൾക്ക് ആധാരമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ്. ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ്. ഓക്കെ ആണോ? ഈ ഹസ്തലക്ഷണ ദീപികയിൽ എത്ര മുദ്രകളുണ്ട്? ഇതൊക്കെ ചോദിച്ചതാണ്. 24 മുദ്രകളാണ്. എത്രയാണ്? 24 മുദ്രകളാണ്. അതുപോലെ തന്നെ ഈ കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പച്ച അല്ലെ? ഏതാണ്? ഒന്ന് പച്ച. പിന്നെ ഏതാണ്? കത്തി അല്ലെ? പച്ച ഏതാ? കത്തി. പിന്നെ ഏതാണ്? താടി. പച്ച, കത്തി, താടി. പിന്നെ ഏതാണ്? കരി അല്ലെ? ഏതാണ്? കരി. പിന്നെ ഏതാണ്? മിനുക്ക് അല്ലെ? ഇത്രയും 5 വേഷങ്ങളാണ് ഏതിലുള്ളത്? കഥകളിൽ ഉള്ളത്. ഓക്കെ ആണോ? അപ്പൊ ഈ കഥകളിൽ 5 വേഷങ്ങൾ 5 കാര്യങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് അല്ലെ? അതിൽ ഈ പച്ച വേഷം എന്തിനെയാണ്? അതായത് ഈ സാത്വിക കഥാപാത്രം എന്ന് പറയില്ല, നല്ല നല്ല വേഷം, നമ്മളെ ഇന്ദ്രനും അർജുനനും ഒക്കെ ഇവരാണ്, നല്ല ദേവന്മാരാണ് അല്ലെ? അപ്പൊ ഈ സാത്വിക കഥാപാത്രത്തെയാണ് ഏത്? പച്ച വേഷം പ്രതിനിധീകരിക്കുന്നത്, സാത്വിക വേഷം. ഇനി കത്തി എന്താണ്? ദുഷ്ട കഥാപാത്രത്തെയാണ്. കത്തി എന്താണ്? ദുഷ്ട കഥാപാത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എങ്കിൽ താടി എന്താണ്? താടി 3 തരം താടിയുണ്ട്. വെളുത്ത താടിയും ചുവന്ന താടിയും അതുപോലെ തന്നെ കറുത്ത താടി. വെളുത്തത്, ചുവന്നത്, കറുത്ത താടിയുണ്ട്. മനസ്സിലായോ? അപ്പൊ വെളുത്ത താടി പറയുമ്പോ നല്ല മനുഷ്യന് ആയിട്ടുള്ള ഗുണങ്ങളുള്ള, നല്ല കഴിവുള്ള, ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ഏത് ചെയ്യുക? വെള്ളത്താടി ചെയ്യുക. എന്നാൽ ചുവന്ന താടി എന്താ? ദുഷ്ട കഥാപാത്രങ്ങളാണ് ഏത് ചെയ്യുക? ചുവന്ന താടി വെച്ചുകൊണ്ട്. എന്നാൽ കറുത്ത താടിയോ? ഈ നായാട്ട്, അതുപോലെ ഈ വേടന്മാരൊക്കെ ഇല്ലേ, ആ കഥാപാത്രങ്ങളാണ് ആ കറുത്ത താടി വെച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഈ താടി എന്ന് പറയുമ്പോൾ അപ്പൊ ഈ താടിയിൽ പ്രധാനപ്പെട്ട പറയാനില്ല. അതിൽ 3 തരം താടിയുണ്ട്. വെളുത്തതുണ്ട്, കറുത്തതുണ്ട്, അതേപോലെ തന്നെ ചുവന്ന താടിയുണ്ട്. ഇനി കരി എന്ന് പറയുന്നത് ആരായിരിക്കും? കരി രാക്ഷസ സ്വഭാവം അല്ലേ? കരി എന്താണ്? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രമായിരിക്കും ഏത്? കരി എന്ന് പറയുന്നത്. ഇനി മിനുക്ക് എന്താണ്? സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെ? സ്ത്രീകളെയും അതുപോലെ തന്നെ മുനികളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏത് ചെയ്യുക? മിനുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഒന്ന് റിവിഷൻ ചെയ്താലോ? കഥകളി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? കേരളത്തിന്റെ തനത് കലാരൂപമാണ്. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യ രൂപം എന്തെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലാണ്. രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനി കഥകളിയുടെ സാഹിത്യ രൂപം എന്തെന്ന് ചോദിച്ചാൽ അത് ആട്ടക്കഥയാണ്. ഇനി കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവാണ്. ആരാണ്? മാനവേദൻ രാജാവാണ് കേട്ടോ. ഓക്കെ. ഇനി കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാ നമ്മൾ പറഞ്ഞത്? കോട്ടയത്ത് തമ്പുരാനാണ്. ഇനി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ടോട്ടൽ തിയേറ്റർ കഥകളിയാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇനി കഥകളിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. കഥകളിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്, അവസാനത്തെ ചടങ്ങ് ധനാശി. അതിലെ ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷ
ദക്ഷണ ദീപികയിലെ 24 മുദ്രകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥകളിയിലെ മുദ്രകൾ ഉള്ളത്. 5 തരം വേഷങ്ങളാണ് കഥകളിയിൽ ഉള്ളത്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. പച്ച സാത്വിക വേഷത്തെയും, കത്തി ദുഷ്ട കഥാപാത്രത്തെയും, പിന്നെ താടി 3 തരം താടിയുണ്ട്, കരി രാക്ഷസ കഥാപാത്രത്തെയും, മിനുക്ക് സ്ത്രീകളെയും മുനികളെയും പ്രദാനം ചെയ്യുന്നു. ഓക്കെയാണോ? അപ്പൊ കഥകളി, രാമനാട്ടം ഒക്കെ നമ്മളിവിടെ നോക്കി അല്ലേ. ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് കൂടിയാട്ടത്തിൽ എന്താ പറയാ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര കലാരൂപങ്ങളുണ്ട്. ഈ ലോക രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ എത്ര കലാരൂപങ്ങളുണ്ട്. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. 2001 കേട്ടോ. ഇനി അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം അല്ലെ. ഇനി കേരളത്തിൽ നിന്ന് രണ്ടാമതായിട്ട് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് ഏതാണ്? മുടിയേറ്റാണ്. ഇതെന്നും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ കലാരൂപം കൂടിയാട്ടമാണ്. രണ്ടാമത്തത് മുടിയേറ്റാണ്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗസ് ആണ്. ജെമീമ റോഡ്രിഗസ് ആണ്. അപ്പോ ഇവിടെ 2025 നമ്മുടെ വേദി എവിടെയാണ്? 2025 വേദി എവിടെയാണ്? വുമൺസ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു? അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഇന്ത്യയിൽ മുംബൈയിലാണ് കേട്ടോ. അതവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 4ാമത്തെ തവണയാണ് നമ്മുടെ ഇന്ത്യ വേദിയാകുന്നത്. വുമൺസ് വേൾഡ് കപ്പില് ഇന്ത്യ 4ാമത്തെ തവണയാണ് വേദിയാകുന്നത്. അതായത് 1978 നമ്മുടെ വേദി പങ്കിടുന്നുണ്ട്. അന്നൊന്നും നമ്മുടെ ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. 97 അതുപോലെ 2013 ഇന്ത്യ ആയിരുന്നു സ്ഥലം. പക്ഷേ ഇപ്പൊ 2025 നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നത്? വിജയിക്കുന്നത്. അപ്പൊ ഇതില് വിജയി ആരാണ്? അതുകൊണ്ട് ആദ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും ഈ ചോദ്യം വരും. 2025 ICC വനിതാ ലോകകപ്പ് വിജയി നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ചോദ്യം കടന്നു വരും. മനസ്സിലായോ? അപ്പൊ എങ്കിൽ റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ ആണോ? ഇനി ഇതില് പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ്? പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ്? ദീപ്തി ശർമ്മയാണ്. ആരാണ്? ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ദീപ്തി ശർമ്മയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കേട്ടോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ആര് തന്നെയാണ്? ദീപ്തി ശർമ്മ. 22 വിക്കറ്റോളമാണ് അവർ നേടിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചിട്ടുള്ള ശരിയായ വസ്തുതകൾ എന്താണ്? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അല്ലെ. EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് അല്ലെ. അപ്പൊ ഇതൊന്നും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പക്ഷെ നമുക്ക് സിലബസിൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ ആൻസർ ഏതാ വരിക? 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. ശരിയാണ്. സാഹിത്യ നിരൂപകനാണ് അദ്ദേഹം. ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. സാഹിത്യ നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. നമുക്കറിയാം, ആദ്യത്തെ EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ശരിയാണ്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ശരിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. തെറ്റാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ കുസാറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുണ്ട്. ഏതിന്റെയാണ്? കുസാറ്റ് സർവകലാശാലയുടെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ. ഏതിന്റെയാണ്? കുസാറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. രാജരാജന്റെ മാറ്റുലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മനസ്സിലായല്ലോ? അപ്പൊ 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു എന്ന് പറയുന്നത് അല്ലെ. എങ്കിൽ അദ്ദേഹം നിരൂപകനായിരുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികള്?
ഒന്ന് കാവ്യപീഠിക. ഏതാണ്? ഒന്ന് കാവ്യപീഠിക അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ കൃതിയാണ്. ഇനി അതേ സാഹിത്യ തത്വങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു കൃതിയാണ് ഏത്? കാവ്യപീഠിക. ഇനി അതുപോലെ തന്നെ നാടകാന്തം കവിത്വം. ഏതാണ്? നാടകാന്തം. നാടകാന്തം കവിത്വം ഇത് എന്താണ്? അദ്ദേഹം കാളിദാസ കൃതികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ഏത്? നാടകാന്തം കാളിദാസ കൃതികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് നാടകാന്തം കവിത്വം. അതുപോലെ തന്നെ രൂപഭദ്രത. രൂപഭദ്രത അത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോ ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കാവ്യപീഠിക, നാടകാന്തം കവിത്വം, രൂപഭദ്രത. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് രാജരാജന്റെ മാറ്റൊലി. രാജരാജന്റെ മാറ്റൊലി, കാവ്യപീഠിക, നാടകാന്തം കവിത്വം, രൂപഭദ്രത, പിന്നെ എന്താണ്? രാജരാജന്റെ മറ്റൊലി. 4 കൃതികൾ പഠിച്ചു. എങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. ഏതാണ്? കൊഴിഞ്ഞ ഇലകളാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ അദ്ദേഹം ജനിച്ചത് 1903 അദ്ദേഹം ജനിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 1903 കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാണ്? 1977 ഒക്ടോബർ മാസം 25-ാം തീയതി 74-ാമത്തെ വയസ്സിൽ ട്ടോ. അദ്ദേഹം ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. അദ്ദേഹം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ ആണോ? അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഈ നമ്മൾ പറയാറില്ലേ കവിത്രയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേര്, ഇപ്പൊ കുമാരനാശാൻ, ഉള്ളൂർ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അതേപോലെ തന്നെ വിമർശകത്രയത്തിൽ വരുന്ന ഒരാളാണ്. ഏതിലാണ്? വിമർശകത്രയം. വിമർശകത്രയത്തിലെ ഒരാളാണ്. ഈ വിമർശകത്രയത്തിൽ വരുന്ന 3 ആളുണ്ട്. അതിൽ ഒന്ന് വന്നിട്ട് കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. ഏതാണ്? കേസരി ബാലകൃഷ്ണ പിള്ള. കേസരി ബാലകൃഷ്ണ പിള്ള. രണ്ടാമത്തെ ആള് വരുന്നത് MP പോളാണ്. ഏതാണ്? MP പോള്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ വിമർശകത്രയത്തിൽ വരുന്ന 3 പേരാണ് കേസരി ബാലകൃഷ്ണ പിള്ള, MP പോള്, ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഏതായിരുന്നു? മുൻനിര നേതാവായിരുന്നു. പുരോഗമന സാഹിത്യം ഇപ്പൊ ഈ പുകഹസ എന്നൊക്കെ പറയാറില്ലേ? പുരോഗമന സാഹിത്യത്തിന്റെ നിരൂപകനായിരുന്നു. പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ നോക്കി. 1957 കേരളത്തിന്റെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയില് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഓക്കെ. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രശസ്തരാകാൻ കാരണം തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് അല്ലെ? എന്തായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു അല്ലെ? ആ വിദ്യാഭ്യാസ ബില്ല് എന്ത് ചെയ്തു? EMS മന്ത്രിസഭയെ താഴെ ഇറക്കി. എന്തായിരുന്നു ആ ബില്ലിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത്? എന്തായിരുന്നു ആ ബില്ല്? ഈ ബില്ലിനെ മറ്റേ NSS ഉണ്ടല്ലോ, നാഷണൽ സർവീസ് സൊസൈറ്റി, അതുപോലെ തന്നെ ഈ കത്തോലിക്ക സഭ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ എതിർത്തു. എതിർക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാം. നമ്മൾ എപ്പോഴും ബില്ലാണ് പറയാറുണ്ട്. ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? അതായത് ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് ഉണ്ടല്ലോ, സ്വകാര്യ സ്കൂൾ, പ്രൈവറ്റ് സ്കൂളുകൾ, ആ മാനേജ്മെന്റുകളുടെ ചൂഷണത്തിൽ നിന്നിട്ട് അധ്യാപകരെയും ജീവനക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളുടെ ചൂഷണത്തിനെതിരെ, സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റിന്റെ ചൂഷണത്തിനെതിരെ
ആർക്കെതിരെ? അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എതിരെയുള്ള ചൂഷണം. അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം, അതുപോലെ തന്നെ അവർക്ക് ജോലി സ്ഥിരത, അതൊക്കെ ഉറപ്പാക്കുക എന്നതായിരുന്നു ആ ബില്ലിൽ ലക്ഷ്യമിട്ടത്. പക്ഷെ ഇതിനെ NSSഉം കത്തോലിക്ക സഭയൊക്കെ എന്ത് ചെയ്തു? വളരെയധികം ഈ ബില്ലിനെതിരെ രംഗത്ത് വന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പതനത്തിലേക്ക് ഈ വിമോചന സമരത്തിലേക്കും നയിച്ചു. ഈ ബില്ലിനെ തുടർന്നിട്ടാണ് വിമോചന സമരം ആര് നടത്തുന്നത്? ഈ ബില്ലിനെ തുറന്നിട്ട് മന്നത്ത് പത്മനാഭൻ അല്ലേ? മന്നത്ത് പത്മനാഭനാണ് എന്ത് ചെയ്യുന്നത്? വിമോചന സമരം നടത്തുന്നത്. മന്നത്ത് പത്മനാഭൻ വിമോചന സമരം വിദ്യാഭ്യാസ ബില്ലിനെതിരെ നടത്തുന്നത്. അങ്ങനെ EMS സർക്കാരിന്റെ പതനത്തിലേക്ക് കാരണമായി. പിന്നെ കുസാറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയിലെ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി ഒക്കെ ഇതൊക്കെ എവിടെയാണ്? തൃശ്ശൂരിലാണ് അല്ലേ? ഈ തൃശ്ശൂരിൽ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗമായിട്ടുണ്ട് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗമായിട്ടുണ്ട്. ആര്? ജോസഫ് മുണ്ടശ്ശേരി. അതേപോലെ തന്നെ 2 പത്രങ്ങളിൽ അദ്ദേഹം പത്രാധിപനായിട്ടുണ്ട്. ഏതൊക്കെയാണ്? സനാതന ധർമ്മം എന്ന പത്രത്തിലും കേരളം എന്ന പത്രത്തിലും 2 പത്രങ്ങളാണ്. സനാതന ധർമ്മം, കേരളം. ഈ 2 പത്രത്തിലും പത്രാധിപനായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പൊ ഒന്നും കൂടി നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. ആ നിരൂപകൻ എന്ന തെളിവാണ് അദ്ദേഹത്തിന്റെ കാവ്യപീഠിക എന്ന ഗ്രന്ഥം. പിന്നെ ഏതാണ്? നാടകാന്തം, കവിത്വം, രൂപഭദ്രത. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. 1903 ജനിച്ചു. 1977 ഒക്ടോബർ 25 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുന്നു. 1957 ആദ്യത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഓക്കെ ആണോ? അദ്ദേഹം വിമർശകത്രയത്തിലെ ഒരു വ്യക്തിയാണ്. വിമർശകത്രയം പറഞ്ഞാൽ 3 പേരാണ്. 1 കേസരി ബാലകൃഷ്ണ പിള്ള, 2 MP പോള്, 3 നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയും സംഗീത അക്കാദമിയും ഒക്കെ തൃശ്ശൂരിൽ സ്ഥാപിക്കുമ്പോൾ അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. 2 പത്രങ്ങൾ അദ്ദേഹം പത്രാധിപനായിട്ടുണ്ട്. സനാതന ധർമ്മം എന്ന പത്രത്തിലും കേരളം എന്ന പത്രത്തിലും. അദ്ദേഹം EMS മന്ത്രിസഭ താഴെ പോകാൻ കാരണം വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ്. ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളുടെ ചൂഷണം അല്ലെ, അതിൽ നിന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ഈ ബില്ല് EMS സർക്കാരിന്റെ താഴെ ഇറക്കാനുള്ള കാരണമായി മാറി. ഈ EMS ബില്ലിനെ തുറന്നിട്ടാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? വിമോചന സമരം നടത്തുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ NSS എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതാണ് അല്ലെ NSS. ആ NSSഉം കത്തോലിക്ക സഭയും ഒക്കെ ഈ ബില്ലിന് എതിരായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. കോളേജ് അധ്യാപകനായിരുന്നോ? ആയിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നോ? ആയിരുന്നു. അദ്ദേഹം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. കുസാറ്റ് സർവകലാശാലയുടേതാണെന്ന് മാത്രം. രാജരാജന്റെ മറ്റൊരു അദ്ദേഹത്തിന്റെ കൃതിയാണ്. ജോസഫ് മുണ്ടശ്ശേരി ഓക്കെ ആയോ? കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം എന്നാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 1969 മുതലാണ് സംസ്ഥാനത്ത് ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. മനസ്സിലാകുന്നുണ്ടോ? ഈ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1969-ലാണ്. 1998 മുതൽ എന്ത് ചെയ്തു? സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള അവാർഡ് നിയന്ത്രണവും ഒക്കെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. മനസ്സിലായോ? ആദ്യം ഇത് കൊടുത്തത് അതായത് ഈ സാംസ്കാരിക വകുപ്പിന് കീഴിലായിരുന്നു. മനസ്സിലായോ? ആദ്യം സാംസ്കാരിക വകുപ്പിന് കീഴിലായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏത് വകുപ്പിന് കീഴിലായിരുന്നു? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏത് വകുപ്പിന് കീഴിലായിരുന്നു? സാംസ്കാരിക വകുപ്പിന് കീഴിലായിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണേ, 1998 മുതൽ എന്ത് ചെയ്തു? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ത് ചെയ്തു? ഒരു സ്വയം തീരുമാനിക്കാൻ സാംസ്കാരിക വകുപ്പിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് എന്ത് ചെയ്തു? സ്വയം നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. അത് ഗവൺമെന്റ് കൊടുക്കുകയാണ് ചെയ്തത് 98 മുതൽ കേട്ടോ. ഓക്കെ.
ആദ്യം സാംസ്കാരിക വകുപ്പ് നേരിട്ടാണ് എന്ത് ചെയ്തത്, ഈ അവാർഡുകൾ കൊടുത്തത്. എന്നാൽ 98 മുതൽ എന്ത് ചെയ്തു, കേരള സർക്കാർ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ രൂപീകരിച്ചു. അതാണ് ഇവിടെ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ചത് 1969 അപ്പോഴൊക്കെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഒരു സാംസ്കാരിക വകുപ്പിന് കീഴിലായിരുന്നു. അപ്പൊ കീഴിലാകുമ്പോൾ എന്താകും, സാംസ്കാരിക വകുപ്പായിരിക്കും ഈ അവാർഡുകളൊക്കെ തീരുമാനിക്കുക. എന്നാൽ 1998 കേരള ഗവൺമെന്റ് ഒരു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് പ്രഖ്യാപിച്ചു. മനസ്സിലായോ? അവിടെ ശ്രദ്ധിക്കണം. അപ്പോ അതെ, ഓരോ വർഷവും എന്ത് ചെയ്യും, പ്രത്യേക ജൂറിയൊക്കെ നിയമിച്ച് അർഹരായവരെയൊക്കെ കണ്ടെത്തും. അതില് സാംസ്കാരിക വകുപ്പായിരിക്കും എന്ത് ചെയ്യുക, അവാർഡ് പ്രഖ്യാപിക്കുക. ഇതിന്റെ അവാർഡ് പ്രഖ്യാപനം ആര് നടത്തും, ആർക്കാണ് അവാർഡ്, ഏതാണ് നടൻ, ഏതാണ് നടി എന്നൊക്കെ ആരാ പ്രഖ്യാപിക്കുക, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും. ഓക്കെ ആണോ? എന്നാൽ അവാർഡ് നൽകുന്നത് ആരായിരിക്കും, അവാർഡ് നൽകുന്നത് ആരായിരിക്കും, അത് മുഖ്യമന്ത്രി ആയിരിക്കും. അവാർഡ് നൽകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. അപ്പൊ മികച്ച ചിത്രം തിരഞ്ഞെടുക്കും അല്ലെ, മികച്ച അവാർഡ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആരാണ്, മികച്ച ഗായകനാണ്, ഗായിക ആരാണ്, പ്രത്യേക ജൂറി അവാർഡ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, അതില് തീരുമാനിക്കും. അങ്ങനെയാണ് ഓരോരോ അവാർഡ് കൊടുക്കുക അല്ലെ. എങ്കിൽ നമുക്ക് 2025 അവാർഡ് കൊടുത്തു അല്ലെ, ഒന്ന് പറയോ. 2025 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഞാൻ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. 2025 പറയേ, എത്രാമത്തെ അവാർഡാണ്? 55ാമത്തെ ചലച്ചിത്ര പുരസ്കാരമാണ് കേട്ടോ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? സജി ചെറിയാനാണ് അല്ലെ. ഇപ്പോഴാണല്ലോ മന്ത്രിസഭ പോയത്. സജി ചെറിയാനാണ്. ഏതായിരുന്നു മികച്ച ചിത്രം? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതായിരുന്നു? ഏതായിരുന്നു? മഞ്ഞുമ്മൽ ബോയ്സ്. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. ആരാ മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചെയ്തത്? ചിദംബരം എസ് പൊതുവാളാണ്. ആരാണ്? ചിദംബരം എസ് പൊതുവാൾ. ഓക്കെ, ചിദംബരം എസ് പൊതുവാളാണ്. എങ്കിൽ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു? മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഓക്കെ ആണോടാ? മികച്ച ഫെമിനിച്ചി ഫാത്തിമ. അതാരാ സംവിധാനം ചെയ്തത്? ഫാസിൽ മുഹമ്മദ് ആണ്. ആരാണ്? ഫാസിൽ മുഹമ്മദ്. അടുത്തത് മികച്ച സംവിധായകൻ ആരായിരുന്നു? മികച്ച സംവിധായകൻ ആരായിരുന്നു? അത് ചിദംബരം എസ് പൊതുവാളാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ആളെ ചിദംബരം എസ് പൊതുവാളാണ് മികച്ച സംവിധായകൻ. എങ്കിൽ മികച്ച നടൻ ആരാണ്? മികച്ച നടൻ മമ്മൂട്ടിയാണ് അല്ലെ. മികച്ച നടൻ മമ്മൂട്ടി. സിനിമ ഭ്രമയുഗം. മികച്ച സിനിമ ഭ്രമയുഗം. മികച്ച നടി ആരാ? ഷംല ഹംസ അല്ലെ. ആരാണ്? ഷംല ഹംസ അല്ലെ. ഷംല ഹംസ. ഏതാണ് സിനിമ? ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ. എങ്കിൽ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു ആണ് കേട്ടോ. മികച്ച ചിത്രം പ്രേമലു. ജനപ്രിയ ചിത്രം പ്രേമലു. അതാരാ സംവിധാനം ചെയ്ത്? പ്രേമലു ഗിരീഷ് ആണ് കേട്ടോ. ഗിരീഷ് AD ആണ് പ്രേമലു സംവിധാനം ചെയ്തത്. എങ്കിൽ മികച്ച സ്വഭാവ നടൻ ആരാ? മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ആണ്. സൗബിൻ. മികച്ച സൗബിൻ ഷാഹിർ ആണ്. ഏത് സിനിമയ്ക്കാ? മഞ്ഞുമ്മൽ ബോയ്സിന് കേട്ടോ. സൗബിൻ ഷാഹിറിന് മഞ്ഞുമ്മൽ ബോയ്സിനും സിദ്ധാർത്ഥ് ഭരതൻ. ഏതാണ് സിനിമ? ഭ്രമയുഗം അല്ലേ. ഭ്രമയുഗത്തിന് മികച്ച സ്വഭാവ നടന്മാരായിട്ട് 2 ആൾക്ക് കിട്ടി. ഇനി മികച്ച സ്വഭാവ നടി. മികച്ച സ്വഭാവ നടി ആരാ? ലിജോമോൾ ജോസ്. ഏതാണ് സിനിമ? ഏതാണ്? നടന്ന സംഭവം. ഏതാണ്? നടന്ന സംഭവം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് 1969 മുതലാണ്.
അപ്പോഴൊക്കെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് തന്നെയാണ് അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 1998 ആയപ്പോൾ, ഇപ്പോ 69 കഴിഞ്ഞ് പിന്നെ 98 ആകാൻ വർഷം എത്ര കഴിഞ്ഞു? അപ്പോഴാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. ഈ അവാർഡ് പ്രഖ്യാപനം നടത്തുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും. അപ്പൊ ഈ അവാർഡ് നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അവാർഡ് നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടനായിട്ട് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകനായ ചിദംബരം എസ് പൊതുവാള്. മികച്ച ഡയറക്ടർ ചിദംബരം എസ് പൊതുവാള്. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി ഷംല ഹംസ. മമ്മൂട്ടി ബ്രഹ്മയുഗം, ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു, ഗിരീഷ് സംവിധാനം ചെയ്തത്. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ. പിന്നെ സിദ്ധാർത്ഥ് ഭരതനും. സൗബിൻ ഷാഹിറിന് മഞ്ഞുമ്മൽ ബോയ്സിനും സിദ്ധാർത്ഥ് ഭരതന് ബ്രഹ്മയുഗം സിനിമയ്ക്കും. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്, നടന്ന സംഭവം സിനിമ. ഓക്കെയല്ലോ. അപ്പൊ 69 തെറ്റാൻ പാടില്ല. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1969. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് പാട്ട് കേട്ടണല്ലോ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? അല്ലെ, ഭയങ്കര നമ്മുടെ ചെവികളിൽ ഇമ്പമാർന്ന ഒരു ഗാനമായിരുന്നു അല്ലെ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ്. ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ്. എന്താണ് ഈ വരികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു മലയാളം കവിതയാണ് ഇത്. ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ ഈ കവിത എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. നാം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഈ ഭൂമി എന്താകും? മലിനമായും മാറും എന്നതാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട സാരാംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കവിതയുടെ ഇടയിലൊക്കെ പറയുന്നുണ്ട്, തണല് കിട്ടാൻ തപസ്സിലാണ് ഇന്നിവിടെയല്ലോ മലകളും. അല്ലെ, ചൂടുകാലത്ത് തണൽ ലഭിക്കാൻ എന്താണ്? മലകൾ പോലും എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു വരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ വേറൊരു വരി പറയുന്നുണ്ട്, ദാഹനീരിന് നാവ് നീട്ടി വലഞ്ഞു പുഴകൾ. അല്ലെ, മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം വറ്റിവരണ്ട് ദാഹത്തോടെ കുടിവെള്ളത്തിനായിട്ട് പുഴകൾ അലയുകയാണ്. അതുപോലെ മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും. അതിന്റെ ഇടയിൽ വരികളാണ്, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചത് മൂലം കുടിവെള്ളവും ഭൂമിയും പൂർണ്ണമായി മലിനമാക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഈ അവസ്ഥ തുടർന്നാൽ നാളെ വരുന്ന തലമുറയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് കവി എന്ത് ചെയ്യുന്നുണ്ട്? ആശങ്കപ്പെടുന്നുണ്ട്. ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയാണ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം? കിട്ടിയിട്ടുണ്ടാവും അല്ലെ? എപ്പോഴാണ്? 2025 നവംബർ മാസം 23ാം തീയതിയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം. 2025 നവംബർ മാസം 23. വൈക്കം സത്യാഗ്രഹം എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിലെ ഓരോ പോയിന്റും ശ്രദ്ധിക്കണേ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യകാല അയിത്തോച്ചാടന പ്രക്ഷോഭം. ഇന്ത്യയിലെ ആദ്യകാല അയിത്തോച്ചാടന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. പഴയ തിരുവിതാംകൂറിലെ അല്ലെ, ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയില് 1924 മാർച്ച് മാസം 30 ആരംഭിച്ച് 603 ദിവസം നീണ്ടുനിന്ന് 1925 നവംബർ മാസം 23ാം തീയതി അവസാനിപ്പിച്ചു. ആരുടെ തീരുമാനപ്രകാരം അവസാനിപ്പിച്ചു? ഗാന്ധിജിയുടെ തീരുമാനപ്രകാരം അവസാനിപ്പിച്ചു. പക്ഷെ അതിൽ വിജയം നേടിയിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
1924 മാർച്ച് 30 ആരംഭിച്ച് 603 ദിവസം നീണ്ടു നിന്ന് 1925 നവംബർ മാസം 23 വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരളം 1925 രണ്ടാമത്തെ തവണ കേരളം സന്ദർശിക്കുന്നത്. മനസ്സിലായോ? അപ്പോ 1925 നവംബർ 23 കഴിഞ്ഞു. 2025 നവംബർ 23 100ാം വാർഷികം ആഘോഷിച്ചു. പഠിച്ചല്ലോ. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ, അമ്പലത്തിലേക്ക് കടക്കലല്ല, അതിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ ആർക്കാണ്? ഈഴവർക്കും പുലയർക്കും നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ, അതായത് ഈ അധസ്ഥിത വിഭാഗങ്ങളിലെ ഈഴവർ പുലയർ എന്ന വിഭാഗങ്ങൾക്കൊന്നും ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ 4 ഭാഗം അല്ലെ, ചുറ്റുമുള്ള 4 ഭാഗത്തിലൂടെ റോഡിലൂടെയും ഈ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ അനുവാദം ആര് കൊടുത്തില്ല? ഉയർന്ന ജാതിക്കാർ എന്ന് പറയുന്ന സവർണർ കൊടുത്തില്ല. അപ്പൊ അതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ TK മാധവൻ. ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്? ഫസ്റ്റ് വരുന്നത് TK മാധവനാണ്. പിന്നെ ആരാ വരുന്നത്? KP കേശവമേനോനാണ്. KP കേശവമേനോനാണ്. മൂന്നാമത് K കേളപ്പനാണ്. മൂന്നാമത് ആരാ വരുന്നത്? K കേളപ്പനാണ്. ആരൊക്കെയാണ് നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പനാണ്. പിന്നീട് ആരൊക്കെ വന്നു? പിന്നീട് ഇതിൽ ആരൊക്കെ പങ്കാളികളായി? മന്നത്ത് പത്മനാഭൻ അല്ലെ, സവർണജാഥ സംഘടിപ്പിക്കുന്നത് അല്ലെ, മന്നത്ത് പത്മനാഭൻ. പിന്നെ ജോർജ് ജോസഫും പിന്നീട് ഇതില് പങ്കാളികളായിട്ട് മാറി. ജോർജ് ജോസഫും ഇതിൽ പങ്കാളികളായിട്ട് മാറി. പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ പെരിയോർ എന്ന് അറിയപ്പെടുന്ന EV രാമസ്വാമി അല്ലെ, EV രാമസ്വാമിയും ഈ സമരത്തിന് വലിയ പിന്തുണ നൽകുകയും അദ്ദേഹം അറസ്റ്റ് വരിക്കുകയും ചെയ്തു അല്ലെ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ് അല്ലെ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കരാണ്. അതായത് ഈ വൈക്കം സത്യാഗ്രഹം സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക തലത്തിൽ നടന്ന പ്രക്ഷോഭമാണെങ്കിലും ഇത് വളരെയധികം എന്തായത് ദേശീയ തലത്തില് ഇന്ത്യ രാജ്യത്ത് മൊത്തം അത് ശ്രദ്ധ ആകർഷിക്കുകയും 1925 മാർച്ച് മാസത്തില് നമ്മുടെ ഗാന്ധിജി എന്തു ചെയ്തു? വൈക്കം സന്ദർശിക്കുകയും സവർണ നേതാക്കളുമായിട്ട്, അതായത് ഉന്നത ജാതിയിൽപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഒക്കെ നിരന്തരമായ പ്രക്ഷോഭത്തിനൊടുവില് തിരുവിതാംകൂർ ഭരണകൂടം എന്തു ചെയ്തു? ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിസരത്തിലൂടെ നടക്കാൻ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ 1925 നവംബർ മാസം 23-ാം തീയതി എന്തു ചെയ്തു? ഈ സമരം പൂർണ്ണ വിജയത്തിലേക്ക് എത്തി. എന്നാൽ മറ്റേ റെക്കോർഡുകളിലൊക്കെ പറയുന്നത് ഒക്ടോബർ 8 എന്നാണ് പറയുന്നത്. നവംബർ 23 ഒക്ടോബർ 8 എന്നാണ്. പക്ഷെ ഇപ്പൊ PSCയുടെ ആൻസർ നമ്മൾ കണ്ടല്ലോ, നവംബർ 23. അപ്പൊ നമുക്ക് അതുവഴി തന്നെ പോവാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയിലെ ആദ്യകാല അയിത്തോച്ചാടന പ്രക്ഷോഭമാണ്. കോട്ടയം, അതായത് പണ്ടത്തെ തിരുവിതാംകൂർ ജില്ലയിലെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന കോട്ടയത്തായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച് 603 ദിവസം നീണ്ടുനിന്ന് 1925 നവംബർ 23 അവസാനിപ്പിച്ചു. ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഏതൊക്കെ നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പൻ, പിന്നീട് മന്നത്ത് പത്മനാഭനും ജോർജ് ജോസഫും പങ്കാളികളായി. പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന EV രാമസ്വാമി അതിൽ പങ്കെടുക്കുകയും സമരത്തിന് ശക്തമായി പിന്തുണ നൽകുകയും അദ്ദേഹം അറസ്റ്റ് വരികയും ചെയ്തു. വൈക്കം ഹീറോ എന്നും ഈ പെരിയോർ എന്നും ഒക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. 1925 മാർച്ചിൽ ഗാന്ധിജി വൈക്കം സന്ദർശിക്കുകയും സവർണരുമായി സംസാരിക്കുകയും പിന്നീട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് പരിസരമുള്ള റോഡിലൂടെ നടക്കാനുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തു.
കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? നമ്മുടെ അറിയാലേ, ഇന്ത്യയിൽ അതിദാരിദ്ര്യം പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് കേരളമാണ്. 2025 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പ്രഖ്യാപിച്ചത്. 2025 നവംബർ മാസം 1 അല്ലേ? അതായത് സംസ്ഥാനത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള എന്ത് ചെയ്തു, പ്രത്യേക പദ്ധതികളൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ അർഹരായ മുഴുവൻ ആളുകളെയൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങൾ ഒക്കെ ഉറപ്പാക്കിയിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് കേട്ടോ. അതായത് ഏറ്റവും ദരിദ്രരായ ആളുകളെ കണ്ടെത്തും, എന്നിട്ട് അവർക്ക് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവയുടെ ഉറപ്പ് വരുത്തുകയുമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ദരിദ്രരായ ആളെ കണ്ടെത്തും, എന്നിട്ട് പിന്നെ അവർക്ക് ഭക്ഷണങ്ങളും പാർപ്പിടവും ആരോഗ്യം, വരുമാനം ഇതൊക്കെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവർക്കൊക്കെ വേണ്ടത് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ ഈ ലക്ഷ്യം കൈവരിച്ചത്. പിന്നെ അതിൽ ഓരോരോ ഈ ദാരിദ്ര്യത്തിൽ നിന്നും കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിദരിദ്രരെ കണ്ടെത്തണം അല്ലേ? അതിദരിദ്രരെ കണ്ടെത്തണം, എന്നിട്ട് സ്വന്തമായി വരുമാനമോ കിടപ്പാടമോ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരെ കൃത്യമായ സർവേയിലൂടെ എന്ത് ചെയ്യും? കണ്ടെത്തും. പിന്നെ അർഹരായ കുടുംബങ്ങൾക്കൊക്കെ ഈ മറ്റേ റേഷൻ കട വഴിയൊക്കെ അരിയില്ലേ, അത്, പിന്നെ വീടില്ലാത്തവർക്ക് വീട്, ചികിത്സാ സഹായം, അങ്ങനെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നൽകും. പിന്നെ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കൂടിയിട്ടാണ് ഏത്? കേരളം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി എന്ന് പറയുന്നത് 2025 നവംബർ 1 നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ 2026 ക്വസ്റ്റ്യൻ പേപ്പർ നിന്നാണ് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് മരിച്ചു പെറുക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഫസ്റ്റത്തെ 2024 ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ അടക്കം ഒരു എക്സാം, LGS ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ എക്സാം നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് പോകണം. നല്ല മാർക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ ധാരാളം മാർക്ക് വാങ്ങിക്കാനുള്ള ഇതേപോലെ എക്സ്പ്ലനേഷൻ മതിയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതോ ഒരു കാര്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ 2-3 കാര്യങ്ങൾ പറയാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം, 3-4 കാര്യങ്ങൾ പറയാം, അങ്ങനെയാണോ? അതോ ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് വ്യക്തമായി പഠിച്ചു പോകണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നമ്മൾ 30 ഡേയ്സ് ചാലഞ്ച് ആരംഭിച്ചു, 15 ഡേയ്സ് കഴിഞ്ഞു. ഞാൻ വ്യക്തമായിട്ട് SSCRT അടിസ്ഥാനമാക്കി നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഒരുപാട് ടൈം എടുത്ത് ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് നമുക്ക് തീരെ സപ്പോർട്ടില്ല. വളരെയധികം സങ്കടം തോന്നി. ക്ലാസ്സുകൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഇട്ടുവന്നിട്ട് പോലും സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ 15 ക്ലാസ്സുകളും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ 15 ക്ലാസ്സുകളും നന്നായിട്ട് കാണുക. പ്രിലിംസ് എക്സാമിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, അപ്പൊ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.